അപ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വീട്ടിൽ ഊണുമേശയാണ് ആ വലിച്ചിളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ഊണുമേശയുടെ അവസ്ഥ. ഇതിങ്ങനെ വിജലംബിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലോട്ട് എടുത്തങ്ങ് വെക്കും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ലെയർ വലിയ കുഴപ്പമില്ല. അതിങ്ങനെ വലിച്ചിളക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മൊത്തത്തിൽ നന്നായിട്ട് ഊറാൻ കയറിയിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമല്ലാതെ നമ്മൾ ആരെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ അതിൻ്റെ മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് താഴെ വീഴും. ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇനി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മളിതിന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുക്കുമ്പോഴത്തേക്കിനും ഒരു 50 പൈസക്കിറ്റിനുള്ളിൽ കയറ്റാനുള്ള അത്ര ഊറാനുണ്ടായിരുന്നു. അതിൻ്റെ നടുവിലൂടെ കൊടുത്തേക്കുന്ന ഈ സപ്പോർട്ടിനായിട്ടുള്ള ഒരു പ്ലസ് പോലെ പോയേക്കുന്ന ആ ഒരു പലക മാത്രം ചതിക്കിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛന് അതിൻ്റെ നടുവിലൊഴിക്കാനുള്ള ആ ഒരു പലകയൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാർബിളിൻ്റെയും ടൈൽസിൻ്റെയൊക്കെ വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ മെഷീൻ ഉണ്ടായതുകൊണ്ട് അച്ഛൻ ഈസി ആയിട്ട് അത് കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കാലും പിന്നെ ആ ചതുരത്തിൽ വരുന്ന പലക നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് റിനോവേഷൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അളവൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ മുള്ളിൽ കാണുന്ന ആ ഒരു തടി നന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാമെന്ന്. അപ്പോൾ അതിനെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് മിനുസപ്പെടുത്തിയിട്ട് നമുക്ക് നേരത്തെ നമ്മളൊരു വർക്കിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രൈമർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ മുകളിലൊന്ന് അടിച്ചു. പിന്നെ നമ്മളൊരു പോളിഷും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആ കാലിനും പിന്നെ ബാക്കിയുള്ള ഭാഗത്തും കൂടി ഒരു പോളിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ ഗ്ലാസ് വാങ്ങിച്ചതിൻ്റെ ഒരു 2700 രൂപയും പിന്നെ ആ പോളിഷിൻ്റെ 85 രൂപയാണ്. നമ്മൾ പുതിയതൊരെണ്ണം ഈ ഒരു മോഡൽ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ എക്സ്പെൻസിൽ നിൽക്കത്തില്ല. അപ്പോൾ നമ്മുടെ റിനോവേഷൻ എങ്ങനെയുണ്ട്?